കടുത്ത ആശങ്കയാണ് അമേരിക്കയുടെ ഈ ഹോർമുസ് വഴിയുള്ള ഈ നിയന്ത്രണത്തിൽ ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. UN അടക്കം ഇത് ആഗോള എണ്ണ വിതരണത്തെ ബാധിക്കുമെന്നുള്ള പ്രത്യേക മുന്നറിയിപ്പടക്കം പുറപ്പെടുവിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ ഇറാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ നിലവിലെ സാഹചര്യത്തിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ചൈനയാണ്. അപ്പോൾ പക്ഷേ ചില ചൈനീസ് കപ്പലുകൾ മേഖലയിലൂടെ കടന്നുപോയി എന്നുള്ള റിപ്പോർട്ടുകൾ അടക്കമുണ്ടായിരുന്നു. പക്ഷേ ചൈനയും തീർച്ചയായിട്ടും അമേരിക്കയുടെ ഈ ഉപരോധത്തിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചൈനയുടെ ഭാഗത്തു നിന്നും വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് മേഖലയിലെ സാഹചര്യത്തിനെ പറ്റിയിട്ട് ഇപ്പോൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇറാനും എത്രയും വേഗം ഈ ഒരു ഉപരോധം അവസാനിപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അറിയിപ്പ് എന്ന് പറയുന്നത് അമേരിക്ക എത്രയും വേഗം ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം അവസാനിപ്പിച്ചില്ലെങ്കിൽ തങ്ങൾ ചെങ്കടൽ ഉപരോധിക്കും എന്നതാണ് ഇറാന്റെ ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചെങ്കടൽ നമുക്കറിയാം യൂറോപ്പിലേക്ക് അടക്കം ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വിതരണം ചെയ്യുന്ന പാതകളിലൊന്നാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളുമായി കണക്ട് ചെയ്യുന്ന ഒരു പാതയാണ്. ആഫ്രിക്കയും പിന്നെ അതുപോലെ ഏഷ്യൻ വൻകരയും തമ്മിൽ ഇന്റർ കണക്ട് ചെയ്യുന്ന പല പ്രധാനപ്പെട്ട മേഖലകളും സ്ഥിതി ചെയ്യുന്നത് ചെങ്കടലിലാണ്. അപ്പോൾ ഈ ചെങ്കടലും ഉപരോധിക്കപ്പെടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ആഗോള എണ്ണ ഗതാഗതത്തെയും മറ്റ് ചരക്ക് നീക്കങ്ങളെയും ഒക്കെ തീർച്ചയായിട്ടും ബാധിച്ചേക്കാം.